സമ്മറിൽ ഫേസിൽ പിമ്പിൾസ്, ഓയിൽ, സൺ ഡാമേജ്, ടാനിങ് ഇതുമൂലം സ്കിൻ വളരെ ഡാമേജ് ആകുന്നുണ്ടോ? ഇത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്നാൽ സീസൺ മാറിയാലും നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറാത്തതുകൊണ്ടാണ്. സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ സിമ്പിളായിട്ടുള്ള 5 മോർണിംഗ് ഹാബിറ്റ്സിനെ പറ്റി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നു. ഈ ഒരു സമ്മറിൽ ഇത് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ സ്കിൻ ഫ്രഷ്, ക്ലിയർ ആൻഡ് ഗ്ലോയിങ് ആയിട്ട് മാറും. നമ്പർ 1, ഐസ് തെറാപ്പി. ഈ 10 സെക്കൻഡ് ഹാക്ക് നിങ്ങളുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. നിങ്ങൾ രാവിലെ തന്നെ ഇത് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഡേ മൊത്തം നിങ്ങളുടെ ഫേസ് ഫ്രഷ് ആയിരിക്കും. ഒരു പാത്രത്തിൽ നിങ്ങൾ തണുത്ത വെള്ളം എടുത്ത് അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് കൂടി ഇടുക. ശേഷം 10 സെക്കൻഡ് നേരത്തേക്ക് നിങ്ങളുടെ ഫേസ് അതിൽ ഡിപ്പ് ചെയ്യുക. ഇത് നിങ്ങളിങ്ങനെ 3-4 പ്രാവശ്യം ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഐസ് ക്യൂബ്സ് ഒരു കോട്ടൺ തുണിയിൽ വെച്ച് അത് ഉപയോഗിച്ച് നിങ്ങളുടെ ഫേസിൽ ജെന്റ്ലി മസാജ് ചെയ്യുക. ഇതിലൂടെ നമുക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നാൽ, ഫസ്റ്റ്, ഫേസിലെ എക്സസീവ് സെബം റെഡ്യൂസ് ആകും. ഇതിലൂടെ നിങ്ങളുടെ ഫേസ് ഓയിൽ ഫ്രീ ആൻഡ് ഫ്രഷ് ആയിരിക്കും. സെക്കൻഡ്, ഇൻഫ്ലമേഷൻ ആൻഡ് റെഡ്നെസ് കുറയും. തേർഡ്, ഓപ്പൺ പോർസ് ഷ്രിങ്ക് ആകും. ഇതിലൂടെ ഡേർട്ട് ആൻഡ് ഓയിൽ ബിൽഡപ്പ് പ്രിവെന്റ് ആകും. ഇതുകൊണ്ട് തന്നെ ആക്നി വരില്ല. ഫോർത്ത്, മുഖത്തുള്ള പഫിനെസ്, ഡാർക്ക് സർക്കിൾസ് ഇതെല്ലാം റെഡ്യൂസ് ആകും. ആൻഡ് ഫിഫ്ത്ത്, ഇൻസ്റ്റന്റ് ഗ്ലോ നൽകും. കാരണം ഐസ് സ്കിന്നിലെ ബ്ലഡ് സർക്കുലേഷനെ ബൂസ്റ്റ് ചെയ്യുന്നു. ഇതിലൂടെ സ്കിൻ ഫ്രഷ് ആൻഡ് റേഡിയൻ്റ് ആയിട്ടിരിക്കും. നമ്പർ 2, യൂസ് എ ഗുഡ് ഫേസ് വാഷ്. സമ്മറിൽ നല്ലൊരു ഫേസ് വാഷ് യൂസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നിങ്ങളുടെ ഫേസിൽ സോപ്പ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ സ്കിന്നിനെ ഡാമേജ് ആക്കും. ബിക്കോസ് സോപ്പിൽ ഹാർഷായിട്ടുള്ള കെമിക്കൽസ് ഉണ്ട്. ഇത് നമ്മളുടെ ഫേസിന് അത്ര നല്ലതല്ല. സോപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസിൽ പിമ്പിൾസ്, ബ്രേക്ക് ഔട്ട്, ഓയിലി സ്കിൻ പോലെയുള്ള പ്രോബ്ലംസ് വരാം. ബട്ട് നിങ്ങൾ ഫേസ് വാഷ് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിലും ശരിയായ ഫേസ് വാഷ് അല്ല നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ലഭിക്കില്ല. നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് അനുസരിച്ച് നിങ്ങളുടെ ഫേസ് വാഷ് സെലക്ട് ചെയ്യണം. സോ സമ്മറിൽ ശരിയായ ഫേസ് വാഷ് തിരഞ്ഞെടുക്കാൻ ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. ഫേസ് വാഷ് ജെൽ ബേസ്ഡ് ആയിരിക്കണം. കാരണം ക്രീമി ആൻഡ് തിക്ക് ഫേസ് വാഷ് സമ്മറിന് അനുയോജ്യമല്ല. നെക്സ്റ്റ്, സാലിസിലിക് ആസിഡ് ഉണ്ടായിരിക്കണം. ഇത് പിമ്പിൾസിനെയും ഓയിൽസിനെയും തടുക്കും. പിന്നെ ഫേസ് വാഷ് പാരബൻ ആൻഡ് സൾഫേറ്റ് ഫ്രീ ആയിരിക്കണം. കാരണം ഇതെല്ലാം ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ആണ്. സോ രാവിലെയും വൈകുന്നേരവും പ്രധാനമായും നിങ്ങൾ വെയിലത്ത് പുറത്തു പോയി വീട്ടിലേക്ക് തിരിച്ചെത്തിയതിനു ശേഷം ഫേസ് വാഷ് യൂസ് ചെയ്ത് നിങ്ങളുടെ മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്യുക. നമ്പർ 3, ഡ്രിങ്ക് എ ഡീടോക്സ് ഡ്രിങ്ക്. മോർണിംഗിൽ നിങ്ങൾ ആദ്യം എടുക്കേണ്ടത് ഈ ഒരു ഹൈഡ്രേഷനാണ്. കാരണം രാത്രി മുഴുവനും നിങ്ങളുടെ ബോഡി ഹൈഡ്രേറ്റഡ് ആയിരിക്കും. സോ രാവിലെ എണീറ്റ ഉടനെ തന്നെ ടീ, കോഫി ഇതൊന്നും കുടിക്കാതെ ഒരു ഡീടോക്സ് ഡ്രിങ്ക് കുടിക്കുക. ഇത് നിങ്ങളുടെ ബോഡിയെ ഉള്ളിൽ നിന്ന് ഹൈഡ്രേറ്റ് ആക്കും ആൻഡ് ക്ലീൻ ചെയ്യുകയും ചെയ്യും. ഡീടോക്സ് ഡ്രിങ്ക് ഒരുപാടുണ്ട്. ബട്ട് സമ്മറിൽ നിങ്ങൾക്ക് അലോവേര ജ്യൂസ് കുടിക്കാം. ഇത് നിങ്ങൾക്ക് വീട്ടിലും ചെയ്യാം, അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്നും വാങ്ങാം. അലോവേര ജ്യൂസ് ആക്നി ആൻഡ് പിമ്പിൾസിനെ ക്ലിയർ ചെയ്യുന്നു ആൻഡ് ഓയിൽ കൺട്രോൾ ചെയ്ത് സ്കിന്നിനെ ഹൈഡ്രേറ്റ് ആൻഡ് ബ്രൈറ്റ് ആക്കുന്നു. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡ്രിങ്ക് കുടിക്കാം. ഇതിനായിട്ട് നിങ്ങൾ ഒരു ഗ്ലാസ് ലൂക്ക് വാം വാട്ടറിൽ 1/2 ലെമൺ ജ്യൂസ്, 1 ടേബിൾ സ്പൂൺ ഹണി, കുറച്ച് പുതിന ആൻഡ് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾ എന്നിവ മിക്സ് ചെയ്ത് അത് കുടിക്കുക. ഇത് ദിവസവും നിങ്ങൾ രാവിലെ കുടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബോഡിയിലുള്ള എല്ലാ ടോക്സിക് സബ്സ്റ്റൻസും പുറത്തു പോകും. ഇൻഫ്ലമേഷൻ റെഡ്യൂസ് ആകും. നിങ്ങളുടെ സ്കിന്നിൽ നാച്ചുറൽ ഗ്ലോ വരും. ഈ ഡ്രിങ്കിൽ നിങ്ങൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണോ ആഡ് ചെയ്തിട്ടുള്ളത് അത് നിങ്ങളുടെ ഫേസിലെ ഓയിൽ കൺട്രോൾ ചെയ്യാനും ആക്നി പ്രിവെൻറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും ആൻഡ് സ്കിന്നിനെ ബ്രൈറ്റ് ആക്കും. നമ്പർ 4, യൂസ് ഓയിൽ ഫ്രീ സൺസ്ക്രീൻ. ഈ സമ്മറിൽ നിങ്ങളുടെ ഫേസിൽ ഡാർക്ക് സ്പോട്ട്സ്, സൺ ഡാമേജ്, ടാനിങ് ഇതുമൂലം സ്കിന്നിൽ പ്രോബ്ലംസ് വരാതിരിക്കണമെങ്കിൽ അപ്പോൾ നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണം. ഈ സീസണിലെ വെയിലിൽ വളരെ ഹാംഫുള്ളായ UV റേസ് ഉണ്ടായിരിക്കും. ഇത് നിങ്ങളുടെ സ്കിന്നിനെ ഡാമേജ് ചെയ്യും. ബട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ പലരും പറയുന്നത് മുഖത്ത് പിമ്പിൾസ് വരുന്നു, സ്കിൻ കൂടുതൽ ഓയിലി ആകുന്നു എന്നുള്ളതൊക്കെയാണ്. ഇതുകൊണ്ട് തന്നെ ആളുകൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് നിർത്തുന്നു. ഇത് സംഭവിക്കാനുള്ള കാരണം നിങ്ങൾ ശരിയായിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യാത്തത് കൊണ്ടാണ്. സൺസ്ക്രീൻ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ട് സെലക്ട് ചെയ്യണം. അതും ജെൽ ബേസ്ഡ് ആയിരിക്കണം. ക്രീമി ഫോമിലാകരുത്. കാരണം ജെൽ സൺസ്ക്രീൻ സ്കിന്നിൽ ഈസിലി അബ്സോർബ് ആകും. അതും സ്കിന്നിനെ ഗ്രീസി ആക്കാതെ. നിങ്ങളുടെ സൺസ്ക്രീൻ മിനിമം 30 SPF ഉണ്ടായിരിക്കണം. ഇനി 50 SPF ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ബെറ്റർ ആണ്. ആൻഡ് നിങ്ങളുടെ സൺസ്ക്രീൻ നോൺ കൊമേഡോജനിക് ആയിരിക്കണം. ഇത് നിങ്ങളുടെ പോഴ്സിൽ ഗ്ലോ ആകില്ല. ഇതിലൂടെ പിമ്പിൾസ് വരാനുള്ള ചാൻസ് കുറയും. ആൻഡ് നിങ്ങളുടെ സൺസ്ക്രീൻ വാട്ടർ റെസിസ്റ്റൻറ്റ് ആൻഡ് സ്വെറ്റ് റെസിസ്റ്റൻ്റ് ആയിരിക്കണം. ഇതിലൂടെ നിങ്ങൾ എപ്പോഴും സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടതായിട്ട് വരില്ല. ഇനി ഓയിലി സ്കിൻ ഉള്ളവർ നിങ്ങളുടെ സൺസ്ക്രീൻ ലൈറ്റ് വെയ്റ്റ് ആണോ എന്ന് പരിശോധിക്കണം. ഇതിലൂടെ നിങ്ങളുടെ സ്കിന്നിൽ ഇറിറ്റേഷൻ ഉണ്ടായിരിക്കില്ല, ഒരു കംഫർട്ടബിൾ ഫീൽ ഉണ്ടായിരിക്കും.
നമ്പർ 5 ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, അവോയ്ഡ് ഓയിലി ആൻഡ് ഷുഗറി ഫുഡ്സ്. നിങ്ങൾ പുറമേ സ്കിന്നിനെ എത്ര നന്നായിട്ട് ട്രീറ്റ് ചെയ്താലും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് അതിനെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അപ്പോൾ നിങ്ങളുടെ സ്കിൻ ഷുവറായും ഡാമേജ് ആകും. സമ്മറിൽ ഫ്രൈഡ്, പ്രോസസ്ഡ് ഫുഡ്സ്, ഷുഗറി ഫുഡ്സ് ഇതെല്ലാം കഴിക്കുന്നത് കുറയ്ക്കുക. കാരണം ഇതുമൂലം സ്കിൻ കൂടുതലായും ഓയിലി ആകുന്നു, ഇൻഫ്ലമേഷൻ കൂടുന്നു, ഡൈജഷൻ തടസ്സപ്പെടുന്നു, ആൻഡ് ആക്നി ആൻഡ് പിമ്പിൾസ് വരുന്നു. അതുമാത്രമല്ല, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങളുടെ ഹെൽത്തും ഇതുമൂലം ഡാമേജ് ആകുന്നു. സോ ഇതിനു പകരം നിങ്ങൾക്ക് ഗ്രിൽഡ് ആൻഡ് സ്റ്റീം ഫുഡ്സ് കഴിക്കാം, ഫ്രൂട്ട്സ്, നട്ട്സ് എന്നിവ കഴിക്കാം. പ്രധാനമായും നിങ്ങളുടെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത ഫുഡ് കഴിക്കുക. സോ ഫ്രണ്ട്സ്, ഈ കാര്യങ്ങൾ ഈ ഒരു സമ്മറിൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ സ്കിൻ ഫ്രഷ് ആൻഡ് ഗ്ലോയിങ് ആയിട്ട് മാറും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ മോട്ടീവ്.